ഇന്ന് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലാക്കാൻ RSS തീരുമാനിച്ച നാൾ മുതൽ സ്വാശ്രയ മാനേജ്മെന്റുകളെ അംഗീകരിക്കുന്ന ആ മെഡിക്കൽ കോളേജിന്റെ ഇപ്പോൾ സ്ഥിതി എന്താ? ഗവൺമെന്റ് കോളേജ് ആയില്ലേ? ആയില്ലേ? അതാണ് കാലാനുസൃതമായ മാറ്റം. അതല്ല ഞാൻ പറഞ്ഞത്, അതാണ് മാറ്റം. അതൊരു ഒരു കോളേജിന്റെ കാര്യം മാത്രമാണ്. ഇപ്പൊ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരാൻ പോകും. ഇതിനെതിരെ സമരം ചെയ്തിരുന്നു SFI, DYFI അടക്കമുള്ള അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ. വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണത്തെ അതിശക്തമായും നിശിതമായും എതിർക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. ഇന്നും SFIയുടെ നയം അതാണ്. ഇന്നലെ SFIയുടെ നയം അതായിരുന്നു. നാളെയും SFIയുടെ നയം അതാണ്. പക്ഷെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റും ചെയ്യാൻ ധൈര്യം കാണിക്കാതിരുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തത്. എന്താ ചെയ്തത്? സ്വകാര്യ സർവകലാശാല ബിൽ. ഞാനിവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ സ്വകാര്യ സർവകലാശാലകളോ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളോ നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചാൽ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എന്നും ആവേശം നൽകിയിരുന്ന ഒന്ന് തന്നെയാണ്. വെടിവയ്പ്പിന് ഉത്തരവിട്ട ആളെ തന്നെ ഇന്ന് പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ, ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി വെക്കുന്നു. നിങ്ങളിപ്പോൾ ഈ വെടിവെപ്പിനെ ആകെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിലേക്ക് വെക്കാനാണ് ശ്രമിക്കുന്നത്. ആരെ വെള്ളഭൂഷണാണ് എന്ന് കൃത്യമായി ബോധ്യമാവുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ നിർദ്ദേശത്തെ തുടർന്നാണ്, അന്നത്തെ UDF ഗവൺമെന്റിന്റെ കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശത്തെ തുടർന്നാണ് ആ വെടിവെപ്പ് ഉണ്ടാകുന്നത്. ആ രാഷ്ട്രീയ നിർദ്ദേശമാണ് ജനങ്ങൾ ചോദിച്ചത്. നമസ്കാരം. നേഷൻ ഫസ്റ്റിൽ ഇന്ന് അതിഥി SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് M ശിവപ്രസാദാണ്. സഖാവെ നമസ്കാരം. നമസ്കാരം. സഖാവെ, SFIയുടെ സംസ്ഥാന അധ്യക്ഷനുമായ ഒരു അഭിമുഖത്തിൽ ഇന്നിരിക്കുമ്പോൾ ഉറപ്പായും ആദ്യം ചോദിക്കേണ്ട ചോദ്യം കൂത്തുപറമ്പ് രക്തസാക്ഷിത്വവും പുതിയ പോലീസ് മേധാവിയായി ചുമതലയേൽക്കാൻ പോകുന്ന റവാഡ ചന്ദ്രശേഖരനെ പറ്റിയാണ്. എന്താണ് SFIക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് അല്ലെങ്കിൽ SFIക്ക് എന്നും ആവേശവും അല്ലെങ്കിൽ വീറും വാശിയും ഒക്കെയുള്ള ഒരു വിഷയമാണ്, ഒരു സമരമുഖമായിരുന്നു അത്. സ്വാഭാവികമായും ഏതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എന്നും ആവേശം നൽകിയിരുന്ന ഒന്ന് തന്നെയാണ്. അവിടേക്കാണ് അന്ന് ASP ആയിരുന്ന റവേഡ ചന്ദ്രശേഖരൻ ആ വെടിവയ്പ്പിന് ഉത്തരവിട്ട ആളെ തന്നെ ഇന്ന് പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ, ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി വെക്കുന്നത്. SFIയുടെ ഈ വിഷയത്തിലെ പ്രതികരണം എങ്ങനെയാണ്? അല്ല, അതിൽ SFI ഒരു വിശദീകരണം തരേണ്ടതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വിഷയമായി തോന്നുന്നില്ല. അതിൽ പ്രതികരണം SFIക്കുണ്ട്. സ്വാഭാവികമായി പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നതിന് നിയമാനുസൃതമായ ഒട്ടേറെ കടമ്പകളുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അടിസ്ഥാനപ്പെടുത്തി 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി. ആ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് സംസ്ഥാന ഗവൺമെൻറ് മന്ത്രിസഭാ യോഗം കൂടി ആരാവണം നമ്മുടെ കാലഘട്ടത്തിൽ ഗവർണറായ DGP ആയി നിയമിതനാവേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനം എടുത്ത സമയത്താണ് ഇദ്ദേഹവും കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് അവിടെ ASP ആയി ഉണ്ടായിരുന്ന ആളാണ് എന്നുള്ള വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ പശ്ചാത്തലവും ചരിത്രവും അറിയാത്തവരല്ലല്ലോ നമ്മളാരും. ആരായിരുന്നു അതിൻ്റെ കാരണക്കാരാണെന്നും ആരാണ് അതിന് ഉത്തരവിട്ടതെന്നും നമ്മൾ മറന്നു വെക്കൂടാ. ആ വെടിവെപ്പിന് ഒരു രാഷ്ട്രീയ പൈതൃകമുണ്ട്. നിങ്ങളിപ്പോൾ ഈ വെടിവെപ്പിനെ ആകെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയിലേക്ക് വെക്കാനാണ് ശ്രമിക്കുന്നത്. ആരെ വെള്ളഭൂഷണാണ് എന്ന് കൃത്യമായി ബോധ്യമാവുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ വെടിവെപ്പിന് ഒരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥൻ്റെ തലയിൽ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. ഒരു രാഷ്ട്രീയ പൈതൃകം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ നിർദ്ദേശത്തെ തുടർന്നാണ്, അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശത്തെ തുടർന്നാണ് ആ വെടിവെപ്പ് ഉണ്ടാകുന്നത്. ആ രാഷ്ട്രീയ നിർദ്ദേശമാണ് ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്, ഞങ്ങൾ ചോദ്യം ചെയ്തത്. അതിനെ തുടർന്നാണ് വലിയ സമരങ്ങൾ തുറന്ന് ഏറ്റെടുക്കേണ്ടി വന്നത്. ആ സമരങ്ങളാകെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞ സമരങ്ങളാണ്. ജനങ്ങൾ ആ ഗവൺമെൻറ്റിനെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിയതാണ്. അതിന് ശേഷം നമ്മൾ കണ്ടതാണ്. പിന്നീട് കാലാനുസൃതമായി എന്ത് വിഷയത്തിലാണോ, സ്വാശ്രയ പ്രശ്നത്തിലാണെങ്കിൽ കാലാനുസൃതമായി വീണ്ടും LDF സർക്കാരുകൾ നയം മാറ്റിയിരുന്നു. ഈ LDF സർക്കാരും സ്വാശ്രയ മാനേജ്മെന്റുകളെ അംഗീകരിക്കുന്ന അവസ്ഥയിൽ ആ മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? പരിയാരം മെഡിക്കൽ കോളേജ് ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. അല്ല, ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഗവൺമെന്റ് കോളേജ് ആയില്ലേ? അതാണ് കാലാനുസൃതമായ മാറ്റം. അതല്ല ഞാൻ പറഞ്ഞത്, അതാണ് മാറ്റം. വിദേശ സർവകലാശാലകൾക്ക് അതാണ് മാറ്റം. നമ്മൾ കാണേണ്ട മാറ്റം അതാണ്. അന്നത്തെ സമരം ആ മെഡിക്കൽ കോളേജ് സ്വകാര്യവൽക്കരണത്തിനെതിരായിരുന്നു. അന്നും നമ്മുടെ നയം അതാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, എന്താ വ്യത്യാസം? ആ കോളേജ് ഗവൺമെന്റ് കോളേജായി മാറി. അതാണ് മാറ്റം. പക്ഷേ പിന്നീട് ആ മാറ്റം പിൽക്കാലത്ത് ഉണ്ടാവില്ല എന്ന് എഴുതി ഉറപ്പിച്ചവരായിരുന്നു കേരളത്തിലെ വലതുപക്ഷം. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ആ ഗവൺമെന്റ് ആ കോളേജ് ഇപ്പൊ ഗവൺമെന്റ് കോളേജായി പ്രവർത്തിക്കുകയാണ്. അതൊരു മാറ്റമല്ലേ? അല്ല, അതൊരു ഒരു കോളേജിന്റെ കാര്യം മാത്രമാണ്. ഇപ്പൊ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരാൻ പോകും. ഇതിനെതിരെ സമരം ചെയ്തിരുന്നു SFI, DYFI അടക്കമുള്ള അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ. പിന്നീടുള്ള കാലഘട്ടത്തിലെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ പൊതുവെയുള്ളൊരു ആക്ഷേപം സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ, കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം അനാവശ്യമായി പോയി. പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരുകളുടെ നയം രക്തസാക്ഷികളെ ആക്ഷേപിക്കുന്നതിന് തുല്യമായും മാറിയെന്ന് ഇന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേവലം ആക്ഷേപം മാത്രമാണ്. നിങ്ങൾ നോക്കി, ഇന്ത്യൻ ചരിത്രത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്
സ്വാഭാവികമായി ഓരോ സംസ്ഥാനങ്ങളുടെയും അധികാരപരിധിയിൽ ഉണ്ടായിരുന്ന വിഷയമാണ്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെടുന്നു. ഇന്ദിരാഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അന്ന് സ്വാഭാവികമായി ഇടതുപക്ഷമാണ് രാജ്യത്തെമ്പാടും ഇത് നാളെ ദുരുപയോഗപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു വിമർശനം മുന്നോട്ട് വെക്കുന്നു. പക്ഷെ ആ വിമർശനങ്ങൾ അന്ന് ആരും കാതുകൊടുത്തില്ല. ഇന്ന് നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലാക്കാൻ RSS തീരുമാനിച്ച നാൾ മുതൽ ആ ഒരു കൺകറന്റ് ലിസ്റ്റ് എന്നത് സാങ്കേതികമായി തുടരുകയും രാജ്യത്തെ വിദ്യാഭ്യാസം സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം രാജ്യത്ത് ആരംഭിക്കുകയും ചെയ്തു. നിങ്ങൾ നോക്ക്, രാജ്യത്ത് 2020 19 അവസാനം 20 NEP രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. NEP വന്നതോടുകൂടി രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ മേഖലയുടെ ബേസിക് സ്ട്രക്ചർ NEP ആയി മാറി. അതിൽ സംസ്ഥാനങ്ങൾക്ക് എവിടെയാണ് അധികാരം? ഒരു സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ വേണ്ടി ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ തീരുമാനിച്ചു വന്നാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി കൂടാതെ തന്നെ രാജ്യത്തെവിടെയും സ്വകാര്യ സർവകലാശാല തുടങ്ങാം എന്ന സ്ഥിതിയിലേക്ക് എങ്ങനെ എത്തി? NEP ആണ് ഉത്തരവാദികൾ. അന്നും ഇന്നും, ഞാൻ വീണ്ടും പറയുന്നു, അന്നും ഇന്നും വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണത്തെ അതിശക്തമായും നിശിതമായും എതിർക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. ഇന്നും SFIയുടെ നയം അതാണ്. ഇന്നലെ SFIയുടെ നയം അതായിരുന്നു. നാളെയും SFIയുടെ നയം അതാണ്. പക്ഷേ ഇന്ത്യൻ പരിസ്ഥിതിയിൽ സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും ഒരു യാഥാർത്ഥ്യമായി NEPയോടുകൂടി മാറിയിരിക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തത് എന്താ? കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തത് സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റും ചെയ്യാൻ ധൈര്യം കാണിക്കാതിരുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തത്. എന്താ ചെയ്തത്? സ്വകാര്യ സർവകലാശാല ബിൽ. ആ ബില്ലിനെ സംബന്ധിച്ച് പേര് വെച്ചാണ് നിങ്ങളെല്ലാം ചർച്ച ചെയ്തത്. കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലുള്ള വിമർശനം അതാണ്. എല്ലാം പെറിഫറലായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച. ഉള്ളിലേക്ക് പോയി ചർച്ച ചെയ്യാൻ പലപ്പോഴും തയ്യാറാവുന്നില്ല. കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കി ഒരു സർക്കുലർ പോലും NEPക്ക് ശേഷം ഇറങ്ങിയിട്ടില്ല എന്നതാണ് കേരളത്തിലെ ഗവൺമെന്റും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഞാനിവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ സ്വകാര്യ സർവകലാശാലകളോ അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളോ നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചാൽ എന്താണ് പ്രശ്നം? അതിൻ്റെ പ്രശ്നം വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കേരളത്തിലെ പത്രങ്ങളൊന്നും നിങ്ങൾ കണക്കിലെടുക്കണ്ട. ഹിന്ദു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ഫോറിൻ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് വളരെ വിശദമായി പഠിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഒരു പത്രമാണ്. അവരതിൻ്റെ മെറിറ്റുകളെ പറ്റിയും പറയുന്നുണ്ട്, ഡിമെറിറ്റുകളെ പറ്റി പറയുന്നുണ്ട്. ആ ഡിമെറിറ്റുകളിലെല്ലാം ഫോറിൻ യൂണിവേഴ്സിറ്റികളെ പറ്റി ഹിന്ദു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, ഇപ്പോൾ UK-യിലെയും ഒരു പ്രധാനപ്പെട്ട കേംബ്രിഡ്ജ്, ഇപ്പോൾ നമ്മളൊരു ആശയതലത്തിന്റെ വ്യത്യാസതാണ്. ഇപ്പോൾ നമ്മൾ വിദേശ സർവകലാശാല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ന്യൂയോർക്കിലെ യൂണിവേഴ്സിറ്റികൾ, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താ? ഇന്ത്യയിലെ യാഥാർത്ഥ്യ സ്ഥിതിഗതി എന്താ? മറ്റ് പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന രാജ്യങ്ങളിലും ആ രാജ്യങ്ങളിൽ പോലും കൃത്യമായ റെക്കഗ്നൈസേഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ എവിടേക്ക് വരികയാണ്? സ്വകാര്യ സർവകലാശാല, വിദേശ സർവകലാശാല മറവിൽ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇതിനെ ഒന്ന് റാങ്ക് ചെയ്യാൻ, അതാണല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട. ഇപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾ റാങ്കിങ് ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ സർവകലാശാലകൾക്ക് ഒരു റാങ്കിങ് മാനദണ്ഡം പോലും കൃത്യമായി നിശ്ചയിക്കാൻ വേണ്ടി രാജ്യത്തായിട്ടില്ല. നമ്മുടെ കുട്ടികൾ പോവാണ് ഇവിടേക്ക്. ഈ സർവകലാശാലയുടെ ഗ്രേഡിങ്ങിന്റെ സ്ഥിതി എന്താ? ഇവരെ നമ്മൾ എങ്ങനെ വിലയിരുത്തും? ഇവരുടെ പ്രവർത്തനം നമ്മൾ എങ്ങനെ പരിശോധിക്കും? എന്താണ് ഒരു അടിസ്ഥാന യോഗ്യത? ഇപ്പോൾ ഒരു വിദേശ സർവകലാശാല ഒരു ക്യാമ്പസ് ഇന്ത്യയിൽ തുറന്നാൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് അവർ കൊടുക്കാൻ വേണ്ടി പോകുന്നത്? അവർ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണോ കൊടുക്കാൻ പോകുന്നത്? അതോ അവരുടെ ക്യാമ്പസ് തന്നെ അവർ ആരംഭിക്കുമോ? അതോ ഇവിടുന്ന് കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് അവരവിടെ കൊണ്ട് പഠിപ്പിക്കുമോ? ഇതിനൊന്നും ഒരു വ്യക്തതയില്ല. നമ്മൾ സ്വകാര്യ സർവകലാശാലയും വിദേശ സർവകലാശാലയും എതിർക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇവരുടെ ആരുടെയും, ഈ യൂണിവേഴ്സിറ്റി തുടങ്ങാൻ വരുന്ന ആരുടെയും ഏറ്റവും മഹനീയമായ ഒരു കർത്തവ്യബോധത്തിൽ എവിടെയും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന ഒരു ആഗ്രഹമില്ല എന്നതാണ്. അവരുടെ ഉദ്ദേശം കച്ചവടം മാത്രം. ഇതിന്റെ അനന്തരഫലം എന്താ? ഇവിടെ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളായ ചെറുപ്പക്കാർ അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അന്യ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യല്ലേ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്? ഒരാഴ്ച മുമ്പ് വന്നിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് രാജ്യത്തെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കാൻ കേരളത്തിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നു. നമ്പർ ചിലപ്പോൾ താരതമ്യേന നിങ്ങൾ പറയുന്ന നമ്പറും അതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ മാറ്റമാണത്. നമ്മളൊരു ബദൽ വിദ്യാഭ്യാസം നമ്മുടെ നാടിന്റെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാർത്ഥികൾ വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്നത് ഒരു മലയാളി എന്ന നിലയിൽ താങ്കളെ പോലെ തന്നെ ഞങ്ങൾ അതിന് അഭിമാനം കൊള്ളണം. എല്ലാവരും അഭിമാനം കൊള്ളണം. പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ല, അഭിമാനം കൊള്ളണം. പക്ഷേ
അവിടെയാണ് ഈ സമയത്ത് ഈ നാട്ടിൽ മുക്കിന് തുറന്നു വെച്ചിരിക്കുന്ന സ്റ്റഡി അബ്രോഡ് സ്ഥാപനങ്ങളിലൂടെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന മാൻ പവർ മുഴുവൻ അന്യസംസ്ഥാന രാജ്യങ്ങളിലേക്ക് ഒഴുകുകയാണ്. അവിടെ പോകുമ്പോൾ അവർ ഹാപ്പിയാണ്, അവർക്ക് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്, പണം സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, പിന്നീട് അവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് ആവശ്യമായ മാൻ പവറും ബുദ്ധി കേന്ദ്രങ്ങളുമാണ് അവിടെ പോയി വളരുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനകത്ത് തന്നെയുണ്ട്. നിങ്ങൾ പറഞ്ഞതിനകത്ത് ഇതിന്റെ കൃത്യമായി വെച്ചിട്ട് കാര്യം എന്താണെന്നറിയോ, ഈ പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ പ്രൈം കൺസേൺ എഡ്യൂക്കേഷൻ അല്ല എന്നുള്ളതാണ്. അവരുടെ പ്രൈം കൺസേൺ ശരി, എന്താണ്? അപ്പൊ അങ്ങനെയാണ് അവരുടെ പ്രൈം കൺസേൺ പുറത്തൊരു വിദേശ രാജ്യത്ത് പോവുക, അവിടെ സെറ്റിലായി ജീവിക്കുക എന്നാണ് അവരുടെ പ്രൈം കൺസേൺ. അവിടെയാണ് എൻ്റെ ചോദ്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ഇന്നത്തെ തലമുറയ്ക്ക് അതാണ് ആവശ്യമെങ്കിൽ, അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനവും ധനസമ്പാദനവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആ ജനത ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനനുസൃതമായ മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവേണ്ടി തീർച്ചയായും വേണം. നിങ്ങൾ നോക്ക്, രാജ്യത്ത് കേരളത്തിൽ ആരംഭിച്ച 4 ഇയർ ഡിഗ്രി കോഴ്സ് ഞങ്ങൾ മാതൃകയായി പറയുകയാണ്. കേരളത്തിൽ ആരംഭിച്ച 4 ഇയർ ഡിഗ്രി കോഴ്സും NEP പ്രപ്പോസ് ചെയ്യുന്ന 4 ഇയർ ഡിഗ്രി കോഴ്സും രണ്ടാണ്. ഇപ്പോൾ NEP മുന്നോട്ട് വെക്കുന്ന 4 ഇയർ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എൻട്രി മൾട്ടിപ്പിൾ എക്സിറ്റ് മുന്നോട്ട് വെക്കുന്ന കോഴ്സാണ്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന FIUGP കോഴ്സ് എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിംഗിൾ എക്സിറ്റ് ആണ്. അതായത് പഴയ നിലയിൽ തന്നെ ഡിഗ്രി പഠനം 3 വർഷം പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ പുറത്തു പോകാൻ കഴിയൂ. 1 വർഷം പിന്നെ റിസർച്ച് ഓറിയൻറ്റഡും അതോടൊപ്പം തന്നെ ട്രെയിനിങ് ഓറിയൻറ്റഡുമാണ്. ഈ ട്രെയിനിങ് ഓറിയൻറ്റഡ് വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റം എന്താ? നിങ്ങൾ ഈ പറഞ്ഞ അതേ നിലയിലുള്ള ട്രെയിനിങ് സംവിധാനവും അതോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പ് സംവിധാനവും ഡിഗ്രി വിദ്യാഭ്യാസവും ബന്ധിപ്പിക്കാൻ കേരളത്തിലായി. പക്ഷെ നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണ്? രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നമ്പറിലേക്ക് വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൽ 7.9 ആണ്. എവിടേക്ക് എത്തിയിരിക്കുന്ന തൊഴിലില്ലായ്മ നിരക്ക്? നമ്മുടെ കുട്ടികൾ എന്തിനാ പുറത്തേക്ക് പോകുന്നത്? യാഥാർത്ഥ്യം മനസ്സിൽ മറച്ചു വെച്ചിട്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയയിലെ ഗുണനിലവാരത്തിന്റെ കുറവാണ് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഗുണനിലവാരക്കുറവ് എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, നമ്മളങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ചിത്രീകരിക്കുന്നവർ ചിത്രീകരിച്ചാൽ അങ്ങനെ നമുക്ക് എങ്ങനെ യാഥാർത്ഥ്യബോധത്തോടെ പറയാൻ കഴിയും? നോക്കൂ, ഞാൻ ഡിഗ്രി പഠിച്ചത് തമിഴ്നാട്ടിലാണ്, ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ, റെഗുലർ കോഴ്സാണ്, കോളേജിൽ പോയി പഠിച്ചതാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇന്നുമുള്ള ആഗ്രഹമാണ് കേരളത്തിലെ ഒരു കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അന്ന് എൻ്റെ പ്രായത്തിന്റെ എടുത്തിയാട്ടം കൊണ്ട് ഞാൻ ചിലപ്പോൾ അവിടെ പോയി പഠിച്ചാണ്. ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ച കോഴ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം ഇന്ന് നിലവിലുണ്ട്. ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നതാണ് ഒരു PG കോഴ്സിന് ക്യാമ്പസിൽ പോയി 2 വർഷം പഠിക്കണം എന്നുള്ളത്. കാരണം ഏതൊരു മലയാളിയുടെയും ആഗ്രഹമാണ് കേരളത്തിൽ ഒരു ക്യാമ്പസിൽ പഠിക്കുക എന്നുള്ളത്. പക്ഷെ എന്നിട്ടും കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ സമഗ്രമായ മാറ്റം, ഞാൻ അതിന് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഞാനൊരു വിദ്യാർത്ഥി സംഘടനാ നേതാവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, സമഗ്രമായ മാറ്റം XY ആര് ഭരിച്ചാലും ഉണ്ടാകണ്ടേ? ഇന്നത്തെ യൂത്ത് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ നാട് മാറേണ്ടതില്ല. തീർച്ചയായും മാറണം. മാറ്റത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ മാറ്റം സ്വാഭാവികമായി ഉണ്ടാവേണ്ട ഒരു സംസ്ഥാനത്തല്ല. അവിടെയാണ് നമ്മൾ തമ്മിൽ പറയുന്നതിനകത്തൊരു വ്യത്യാസം ഉണ്ടാകുന്നത്. ആ മാറ്റം ഉണ്ടാവേണ്ടത് രാജ്യത്താണ്. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും വലിയ പരിവർത്തനം സംഭവിക്കേണ്ടത്. അതിന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് NEP അവതരിപ്പിച്ചത്. എന്നാൽ ഈ NEP അവതരിപ്പിച്ച 5 വർഷത്തേക്കുള്ള റിസൾട്ട് എന്താ? എന്തെങ്കിലും മാറ്റം പ്രാവർത്തികമായി എവിടെയെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞോ? എങ്ങും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എവിടേക്കാണ് പോകുന്നത്? ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാത്ത സ്ഥിതി, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സ്ഥിതി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന സ്ഥിതി, സ്വകാര്യ സർവകലാശാല, വിദേശ സർവകലാശാലകൾ കച്ചവട ലക്ഷ്യത്തിനു വേണ്ടി മാത്രം രാജ്യത്തേക്ക് കടന്നു വന്ന് വിദ്യാർത്ഥികളെ പല കാര്യങ്ങളും പറഞ്ഞ് ആകർഷിച്ച് അവരുടെ ജീവിത നിലവാരത്തെ പോലും അട്ടിമറിക്കുന്നില്ല. അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയ അട്ടിമറിക്കുന്നു. ഇതിനെ നേർക്കുനേർ കാണാൻ നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയും? ഈ ന്യൂനതകളാണ് പരിഹരിക്കപ്പെടേണ്ടത്. ആ ന്യൂനതകൾ പരിഹരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടെ പറയും, കേരളത്തിൽ ഒരു ബദൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ട്. അത് നമ്മൾ അംഗീകരിക്കണ്ടേ? ആ ബദലാണ് രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ബദലായി കേരളം നിൽക്കുന്ന കാരണം. ഇപ്പോൾ ഇവിടെ ഈ പരിപാടിക്ക് വരുന്നത് SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ നിന്നാണ്. അഖിലേന്ത്യാ സമ്മേളനത്തിൽ രാജ്യത്തിൻ്റെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു. ആ പങ്കെടുത്ത പ്രതിനിധികളാകെ ഡെലിഗേഷൻ ചർച്ചയിൽ വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചാണ്. ഞങ്ങൾ ആകാംക്ഷയോടാണ് അവർ പറഞ്ഞ ഓരോ വാക്കും കേട്ടത്. അവർ ഒരാൾ പോലും ആ വരുന്ന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല, ആ മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പരിമിതികൾ മറികടക്കാൻ രാജ്യത്തെ ഭരണ സംവിധാനത്തിനോ അവർ വരുന്ന പ്രദേശങ്ങളിലെ ഭരണ സംവിധാനത്തിനോ ആവുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ സംസ്ഥാനത്ത് സമരം ചെയ്യുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മാതൃക അവരുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ്. സ്വാഭാവിക ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം ആയതുകൊണ്ടാവാം. അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഞാൻ വീണ്ടും ഹിന്ദുവിനെ ഉദ്ധരിക്കുകയാണ്. ഹിന്ദുവിൽ വന്നൊരു ലേഖനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കണക്ക്, രാജ്യത്തെ
ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയാൽ വലിയ സംസ്ഥാനമാണല്ലോ ബീഹാർ. അതെ. ബീഹാർ പ്രധാനപ്പെട്ട സംസ്ഥാനം. അതെ. ബീഹാറിലെ വിദ്യാഭ്യാസം സംബന്ധിച്ചൊരു കണക്ക് ഇന്നലെ പുറത്തു വന്നു. ആ കണക്കിനകത്ത് പറയുന്നത്, ഹിന്ദുവിൻ്റെ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നത്, പ്രൈമറി എഡ്യൂക്കേഷൻ സെക്ടറിൽ ബീഹാറിലെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് 8.9 ആണ്. പ്രീ പ്രൈമറിയിൽ ഏതാണ്ട് 25% ആണ്. ഹയർ സെക്കൻഡറിയിൽ ഏതാണ്ട് 26% ആണ്. ഇത് കേരളത്തിലുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ത്രിപുരയിൽ നിന്ന് വന്ന പ്രതിനിധികൾ പറഞ്ഞത്, ത്രിപുരയിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ, നേരത്തെ ഇടതുപക്ഷമായിരുന്നല്ലോ, BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടുത്തെ BJP ഗവൺമെൻറ് ആദ്യം ചെയ്തത് സ്കൂളുകളെ സ്വകാര്യവൽക്കരിക്കലായിരുന്നു. അത് കേരളത്തിലുണ്ടോ? കേരളത്തിലുണ്ടോ? ഇല്ല. അതാ വ്യത്യാസം. അല്ല, ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ മമതയാണല്ലോ ഭരിക്കുന്നത്. എത്രയോ തെറ്റായ വാർത്തകൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന്. അല്ല, ഉറപ്പായിട്ടും കേരളം ആ ബദലാണ് ഞാൻ പറഞ്ഞത്. ആ ബദലിനെയാണ് ഇവർ, അല്ലാതെ അവര് കേരളം ഒരു ഇടതുപക്ഷ സംസ്ഥാനം ആയതുകൊണ്ട് കേരളത്തിൽ സമ്മേളനം നടക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിനെ സ്വാഭാവികമായി പുകഴ്ത്തി പറയണമല്ലോ ധാരണയിൽ ഒരാൾ. ഞങ്ങളുടെ സംഘടനാ സംവിധാനം നിങ്ങൾക്ക് അറിയാമല്ലോ, കൃത്യമായ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും നിശിതമായ വിമർശനങ്ങളും പരസ്പരം പങ്കുവെക്കുന്ന സംഘടനാ സംവിധാനം. പക്ഷേ അവരെല്ലാവരും, അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് ഈ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾ പറയുന്നു, ഈ രാജ്യത്തിന് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ബദൽ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. ആ ബദൽ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷം കൊണ്ടോ 9 വർഷം കൊണ്ടോ ഉണ്ടായതല്ല. EMS സർക്കാരിന്റെ കാലഘട്ടം തൊട്ട് ഇന്ന് പിണറായി സർക്കാരിന്റെ കാലഘട്ടം വരെ മാറി മാറി വന്ന സർക്കാരുകൾ അവർ വിദ്യാഭ്യാസ മേഖലയിൽ സമ്മാനിച്ചു പോയ പല മാറ്റങ്ങളാണ് ഇന്ന് ഈ കാണുന്ന സമഗ്രമായ മാറ്റത്തിന്റെ. ഓണപരീക്ഷയ്ക്ക് പാഠപുസ്തകമില്ലായിരുന്ന ഗവൺമെന്റുകളും കേരളത്തിലുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. ഓണപരീക്ഷ എത്തുമ്പോൾ ഓണം നേരത്തെ ആയതുകൊണ്ട് പാഠപുസ്തകം അച്ചടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കോഴിക്കോട്, ഞാൻ പറഞ്ഞത് അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോടാണ്. കോഴിക്കോട് അഖിലേന്ത്യാ സമ്മേളനം നടന്ന വേദിക്ക് കിലോമീറ്റർ അപ്പുറത്താണ് മലാപ്പറമ്പ് എന്നൊരു സ്കൂള്. മലാപ്പറമ്പ് എന്തിനാ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്? മലാപ്പറമ്പ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് അൺഎക്കണോമിക് എന്ന് ഒരു കാറ്റഗറി ഉണ്ടാക്കി ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ആ മാനേജർക്ക് അടച്ചുപൂട്ടാൻ ഉത്തരവ് കൊടുത്തു. രാത്രിക്ക് രാത്രി അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും അറിയാതെ ഇടിച്ചു നടത്താൻ തീരുമാനിച്ചു. എത്ര സ്കൂളുകളാണ് അൺഎക്കണോമിക് എന്ന് എഴുതി തള്ളിയത്? എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 2500ഓളം വരുന്ന സ്കൂളുകൾ കേരളത്തിൽ അൺഎക്കണോമിക് എന്ന് താരതമ്യം ചെയ്ത, ക്ലാസിഫൈ ചെയ്ത ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടായിരുന്നു. ആ 2500 അൺഎക്കണോമിക് സ്കൂളുകൾ ഇപ്പോൾ കേരളത്തിൽ ഇല്ല. അല്ല, ഉറപ്പായിട്ടും ഇല്ല. അതാണ് മാറ്റമാണ്. 57 തുടങ്ങിയ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ 57 മൂവ്മെന്റ് ആരംഭിച്ചു. ആ ആരംഭിച്ച മൂവ്മെന്റിന് കൂടുതൽ കരുത്തോടെ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ, അതായത് രാജ്യത്തെ വിദ്യാഭ്യാസം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ NEP എന്നൊരു സംവിധാനത്തിലൂടെ RSS നിയന്ത്രണത്തിൽ സെൻട്രലൈസ് ചെയ്ത് ആ വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും വലിയ ശ്രമം നടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അതിനെതിരെ ഒരു ബദൽ, അതാണ് ബദൽ. ബദൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിക്കെതിരെ ഉയർത്തുന്ന മാതൃകയാണല്ലോ ബദൽ. ആ ബദലിന്റെ കരുത്തെന്ന് പറയുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് അന്തരീക്ഷത്തിൽ ആ വർഗീയത കലർത്തിയുള്ള വിദ്യാഭ്യാസം, സാഫ്രണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ആ സാഫ്രണൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനെതിരായ ഒരു ബദൽ, ഒരു ജനകീയമായ ബദൽ, അത് ഉയർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രത്യേകത.